കേരളത്തിലെങ്ങും പ്രതിഷേധം ആഞ്ഞടിച്ചിട്ടും സ്ത്രീ ദലിത് വിരുദ്ധ പരാമർശത്തിൽ ഉറച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ദലിതർക്കും സ്ത്രീകൾക്കുമുള്ള പദ്ധതി പ്രകാരം സിനിമാ നിർമ്മാണത്തിന് ഫണ്ട് നൽകും മുൻപ് പരിശീലനം അനിവാര്യമാണെന്നും പരാമർശം അപകീർത്തികരമല്ല എന്നും അടൂർ പറഞ്ഞു. അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ ഉന്നമനം എന്ന് പറയുന്നത് എന്റെയും ലക്ഷ്യമാണ്. അല്ലാതെ അവരെ മോശപ്പെടുത്തി അവരെ നികൃഷ്ടരായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹിക പ്രസക്തി വേണം. അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടും ഒക്കെ മികവുള്ളതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാവും? അത് പണം എടുക്കുന്ന ആളിന് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അടൂർ ഗോപാലകൃഷ്ണനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. പാർശ്വവൽകൃത വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതാണ് അടൂരിന്റെ പ്രസ്താവനയെന്ന് ഗായിക പുഷ്പവതി കുറ്റപ്പെടുത്തി. മന്ത്രി ആർ ബിന്ദു അടൂരിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ മന്ത്രി വി എൻ വാസവൻ പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ചു. വി എസ് അനു നൽകും വിവരങ്ങൾ. അനു, ഇത്രയധികം പരാമർശം, ഇത്ര വലിയ വിവാദമായിട്ടും പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും അടൂർ തന്റെ പരാമർശത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കുന്നില്ല. അത് അപകീർത്തികരമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വിശദാംശങ്ങൾ പറയാം. സിനിമാ കോൺക്ലേവ് സമാപന വേദിയിലെ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്നും കെട്ടടങ്ങുന്നില്ല. ഈ പരാമർശത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ എത്തുന്നു. കൂടുതൽ ആളുകൾ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് കാരണം ഇത്രയും വലിയ ഒരു സംവിധായകൻ നടത്താൻ പാടില്ലാത്ത പരാമർശങ്ങൾ എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. അതേസമയം ഈ വിവാദങ്ങൾ വലിയ രീതിയിൽ കത്തിപ്പടരുമ്പോഴും താൻ പറഞ്ഞതിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ അടൂർ ഗോപാലകൃഷ്ണൻ തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് ദലിതർക്കും സ്ത്രീകൾക്കും സിനിമ പിടിക്കുന്നതിന് അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കുമ്പോൾ അവർക്ക് പരിശീലനം വേണം എന്നുള്ള കാര്യം, ആ നിലപാട് അദ്ദേഹം ഇന്നും ആവർത്തിച്ചു എന്ന് മാത്രമല്ല, അന്ന് ഈ സമാപന വേദിയിൽ അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്ത ഗായിക പുഷ്പവതി പൊയ്പ്പാടത്തിനെതിരെ അതിരൂക്ഷമായ ഒരു തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപം എന്ന തരത്തിൽ പറയാവുന്ന നിലപാടാണ് ഇന്ന് അടൂർ സ്വീകരിച്ചത്. താൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ അവർ ആരാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിന് മറുപടിയുമായി പുഷ്പവതി ഇന്ന് രംഗത്ത് വന്നു. അവർ പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ അറിയില്ലായിരിക്കാം, പക്ഷേ തനിക്ക് അദ്ദേഹത്തെ അറിയാം. തനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് അതിലേക്ക് തള്ളിക്കളയുന്നു എന്ന നിലപാടാണ് ഇന്ന് പുഷ്പവതി സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്നലെ സമാപന വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണന് മന്ത്രി സജി ചെറിയാൻ മറുപടി പറഞ്ഞിരുന്നു. സമാനമായ രീതിയിൽ അതിരൂക്ഷമായ വിമർശനമാണ് മന്ത്രി ആർ ബിന്ദു ഇന്ന് നടത്തിയത്. ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ഇന്ന് ബിന്ദു പറഞ്ഞത്. മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി ഇന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു. പ്രത്യേകിച്ച് IFFK-യിൽ ഈ പറയുന്ന ഡെലിഗേറ്റ് പാസ് സംവിധാനം വരുന്നതിന് മുമ്പ് ചാലയിലെ തൊഴിലാളികൾ ഈ സെക്സ് രംഗങ്ങൾ കാണുന്നതിന് വേണ്ടി വന്നു എന്നടക്കമുള്ള കാര്യങ്ങളും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ന് അദ്ദേഹത്തിന് ചില പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതേസമയം മന്ത്രിമാരായ ആർ ബിന്ദുവും കൂടെ സജി ചെറിയാനും അടൂർ ഗോപാലകൃഷ്ണൻ തള്ളി പറയുമ്പോൾ മന്ത്രി വി എൻ വാസവനും അതുകൂടാതെ തന്നെ MLA ആയിട്ടുള്ള നടനുമായിട്ടുള്ള M മുകേഷും അടൂർ ഗോപാലകൃഷ്ണന്റെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തി എന്നുള്ള കാര്യവും ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായി എടുത്ത് നൽകേണ്ടതാണ്. ഏതായിരുന്നാലും ശ്രുതി നാരായണൻ ഈ പറയുന്ന ഫണ്ട് ഉപയോഗിച്ച് സിനിമയെടുത്ത ശ്രുതി നാരായണൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന്, മാത്രമല്ല ദലിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദിനുവേൽ ഉൾപ്പെടെയുള്ളവർ ഇന്ന് അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തുകയും അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. നിലവിൽ ആ പരാതിയിൽ കൂടുതൽ നിയമോപദേശം തേടിയ ശേഷമായിരിക്കും അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കുന്ന കാര്യം പോലീസ് പരിശോധിക്കുക. വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത്.